വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കർഷക സംരക്ഷണ സമിതി വൻ പ്രക്ഷോഭത്തിലേക്ക്. ചിങ്ങം 1 കർഷക ദിനത്തിൽ സർക്കാർ നടത്തുന്ന പരിപാടികൾ ബഹിഷ്കരിച്ച് കരിദിനമായി ആചരിക്കാൻ കർഷക സംരക്ഷണ സമിതി യോഗം തീരുമാനിച്ചു. ചിങ്ങം 1 മുതൽ കളക്ട്രേറ്റിന് മുന്നിൽ 5 ദിവസത്തെ റിലേ സത്യാഗ്രഹവും നടത്തും. ഹൈക്കോടതി വിധിപ്രകാരം നെല്ലളന്ന കർഷകർക്ക് മുഴുവൻ കുടിശ്ശികയും സപ്ലൈകോ നേരിട്ട് കൊടുത്തു തീർക്കുക, നെല്ലിന് മുൻ സർക്കാരുകൾ അനുവദിച്ച ഇൻസെന്റീവ് വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കുക, MS സ്വാമിനാഥൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരം ഉൽപാദന ചെലവ് കണക്കാക്കി നെല്ലിന്റെ താങ്ങുവില കിലോയ്ക്ക് 35 രൂപ നൽകുക, വന്യമൃഗങ്ങളെ തുരത്തി ജനങ്ങളെയും കൃഷിയെയും സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. പാലക്കാട് ജില്ലയിലെ നെൽകൃഷിക്കും കുടിക്കാനും ആവശ്യമായ വെള്ളത്തിന്റെ ക്ഷാമത്തിന് ശാശ്വത പരിഹാരമായി പറമ്പിക്കുളം ആളിയാർ കരാർ നടപ്പിലാക്കി കേരളത്തിന് അർഹതപ്പെട്ട മുഴുവൻ വെള്ളവും നേടിയെടുക്കുന്നതിന് കരാർ പുതുക്കണമെന്ന ആവശ്യവും കർഷക സംരക്ഷണ സമിതി സമരത്തിന് മുന്നോട്ട് വയ്ക്കും. യോഗത്തിൽ B. രാമദാസ് അധ്യക്ഷനായി. അപ്പോൾ ഈ അരി ആഹാരം കഴിക്കുന്ന ഈ 60% ആൾക്കാർ നമ്മുടെ ഇന്ത്യ രാജ്യത്താണെങ്കിൽ ഇപ്പോഴും 60% ആൾക്കാർ കൃഷിയിലും കൃഷി അനുബന്ധമായിട്ടുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ്, അതുമായി ബന്ധപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ഈ കൂണ് പോലെ ഇങ്ങനെ ഈ റെസ്റ്റോറൻറ്റുകളും മാളുകളും ഒക്കെ ഇങ്ങനെ തുടങ്ങി ഇരിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ അടിസ്ഥാനമായിട്ട് നെല്ലും അരിയും ഗോതമ്പും ഒക്കെ വേണം, എന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. പക്ഷേ ഇത് ഉൽപ്പാദിപ്പിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിലയും ഔദ്യോഗിക തലത്തിൽ ഇന്ന് വരെ കിട്ടുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്ക് നമ്മൾ അളന്ന നെല്ലിൻ്റെ വില നമ്മൾ കടവായിട്ട് PRS വായ്പയായി വാങ്ങുന്ന വളരെ ഗതികെട്ട ഒരു ഏർപ്പാട്. നമ്മൾ കൊടുത്തൊരു സാധനത്തിന് നമ്മുടെ സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ ഇതിന് പണയം വെച്ച് ഗവൺമെൻറ് അടച്ചില്ലെങ്കിൽ, സപ്ലൈകോ അടച്ചില്ലെങ്കിൽ അത് ഞങ്ങൾ അടയ്ക്കാം എന്ന് ബാങ്കിൽ എഴുതി കൊടുക്കുന്ന 10-16 കടലാസിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്ന ഏർപ്പാട്, അത് നമ്മളെ അവമാനിക്കലാണ്. രക്ഷാധികാരി ചിദംബരംകുട്ടി, ജനറൽ സെക്രട്ടറി C. പ്രഭാകരൻ, വൈസ് പ്രസിഡന്റ് K. ശിവാനന്ദൻ മനോഹരൻ എന്നിവർ പ്രസംഗിച്ചു. സമിതി പ്രസിഡന്റായി E. K. മുരളീധരൻ, സെക്രട്ടറിയായി പ്രതീഷ് കുമാർ, വൈസ് പ്രസിഡന്റായി K. നാരായണൻ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. UTV ന്യൂസ്, പാലക്കാട്.